ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അറിയാമല്ലോ, പറയേണ്ട താമസം. പുളിയുണ്ടോ? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അല്ലേ, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ കൊല്ലത്തെ നൈറ്റ് ലൈഫ് കാണാൻ പോകും. അതെ, ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു ഞങ്ങൾ കൊല്ലത്തെ ഒരു നൈറ്റ് ലൈഫ്, നമ്മൾ പല സ്ഥലങ്ങളിൽ നൈറ്റ് ലൈഫ് ഇടുന്നുണ്ട്. ഇന്ന് നമ്മൾ കൊല്ലത്തെ ഒരു നൈറ്റ് ആതിരെ കുട്ടിയെ നമ്മൾ നൈറ്റ് ലൈഫ് കാണിക്കാൻ പോകണം കൊല്ലത്ത്. സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ മഴയുണ്ട്, 2 ദിവസമായിട്ട് മഴ കാരണം എവിടെയും പോകാൻ പറ്റില്ല. ഞങ്ങൾ വാഗമണ്ണൊക്കെ പോകാൻ വേണ്ടി എവിടെയായിരുന്നു ഇവരെ വീട്ടിലെ ചെങ്ങന്നൂർ വരെ പോയിട്ട് വാഗമൺ പോകാന്നൊക്കെ നിന്നായിരുന്നു. ചെങ്ങന്നൂർ വരെ പോയി, വാഗമൺ പോയില്ല കേട്ടോ, പോകാൻ പറ്റിയില്ല. അപ്പൊ ഇനി കൊല്ലം ഭയങ്കര മഴയാണ്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി, നൈറ്റ് ലൈഫ് ഇൻ കൊല്ലം. അതിന് വേറെ സംഭവം ഉണ്ടല്ലോ, ചാനൽ പുതിയതായിട്ട് ചാനൽ കാണുന്നവർ പറഞ്ഞു കൊടുക്ക്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. പുതിയതായിട്ട് കാണുന്നവരെ ഇനി എല്ലാം പറഞ്ഞ് നമ്മൾ പ്രൊഫഷണലായിട്ട് തുടങ്ങാൻ പോകണം. അപ്പം നമ്മൾ നേരെ കൊല്ലത്തോട്ട് ഒരു ബൈക്ക് റൈഡിൽ പോയിട്ട് നമ്മൾ കൊല്ലം സിറ്റിയൊക്കെ ഒന്ന് കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാനുള്ള പരിപാടിയാണ് കേട്ടോ. റെഡി അല്ലേ? ഭയങ്കര റെഡി ആണോന്നല്ല, നേരത്തെ റെഡി ഫുൾ സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ പറഞ്ഞാല് ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പോവാം. അതായത് നമ്മളെ കുറച്ചൊക്കെ പേര് ഇങ്ങനെ കമന്റ് ചെയ്തായിരുന്നു, നമ്മളെ ആതിരെ കുട്ടി എന്തിനാ വിളിക്കുന്നത്, ഇയാളെ ഭാര്യയല്ലേ എന്നൊക്കെ പറയും. സത്യത്തിൽ നമ്മളെ എന്താ പറയാ, ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പാണ്. കാരണം ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അപ്പോഴും ഞാൻ ഇതേപോലെ തന്നെ ആയിരുന്നു ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല അല്ലേ. അവൾക്കും അതാണ് ഇഷ്ടം, അവളുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും അവരെ ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ ഇവളെ അവരുടെ വീട്ടിലെ ഏറ്റവും ഇളയൊരു മോളാണ്, ബാക്കി 3 ആണുങ്ങളാണ്. അവരെ വല്യച്ഛൻ്റെ മോനും ഒക്കെ ആയിട്ട് 3 ആണുങ്ങളും ഒരു പെങ്കൊച്ചാണ്. അപ്പോൾ എപ്പോഴും ഒരു കുഞ്ഞായിട്ടാണ് ഉണ്ടായത്. ഞാനും അതേപോലെ കാണുന്നത്, അവൾക്കും അതാണ് ഇഷ്ടം. പിന്നെ ഈ പറഞ്ഞ പോലെ ഭാര്യ ഭർത്താക്കന്മാരാൽ ഇങ്ങനെ സംസാരിക്കാവോ, ഇങ്ങനെ പെരുമാറാവോ എന്നൊക്കെ ചിലവർക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ട്. അങ്ങനെയുള്ളവരാണ് കമന്റ് ചെയ്യുന്നത്. നമുക്ക് എനിക്കൊരു പ്രശ്നമില്ല നെഗറ്റീവ് അടിക്കുന്നതിൽ, നെഗറ്റീവ് ഒന്നും പറയത്തക്ക രീതിയിലൊന്നുമില്ല, ഒരിടത്തേക്ക് പറഞ്ഞതേ ഉള്ളൂ. നീ എന്താ ശരിയാ, അതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. പക്ഷെ കമന്റ് വരുമ്പോ ഇവളിപ്പോ കമന്റ് ഒക്കെ ആദ്യമായിട്ടല്ലേ കേട്ട് തുടങ്ങുന്നത്. അപ്പൊ അവക്കൊരു ചെറിയൊരു വിഷമം പോലെ, വിഷമമൊന്നും ഇല്ല അല്ലേ? പറ, എന്താ പ്രശ്നമൊന്നുമില്ല അല്ലേ? അപ്പൊ നമുക്ക് പോവാം. അപ്പൊ അതൊക്കെയുള്ള കാര്യങ്ങൾ, വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കൊല്ലത്ത് പോയിട്ട് ഒന്ന് കറങ്ങാൻ പോവാം. ശരി, പണിക്ക് പോവാം കേട്ടോ. അപ്പൊ ഞങ്ങൾ പണിക്ക് പോകാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ വരണം. ലെറ്റ്സ് ഗോ അല്ലേ, കണ്ടെടുക്കാം. നല്ല മഴ പെയ്യുന്നുണ്ട്, ഇവിടെ എല്ലാം വെള്ളം കയറി. നല്ല സൂപ്പർ മഴ പെയ്ത് ഞങ്ങൾ രണ്ടാളും കൂടെ ആദ്യം ഞങ്ങൾ പോകുന്നത് നമ്മളെ പച്ചക്കൊടയും പിടിച്ചിട്ട്, പച്ചയും വെള്ളയും കൊടയും പിടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോകുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ ലൈറ്റ് കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പോയാ, ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരുന്നൊരു സ്ഥലമുണ്ട്, കയ്യൊട്ട് ഈശോയുടെ ഒരു പള്ളിയാണ് കേട്ടോ. അവിടെ നിന്നാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. നമ്മൾ കൊല്ലം ടൗണിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ. കൊല്ലം എന്താ പറയുക, ആലുക്കാസിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ്, NH-ൻ്റെ അടുത്ത്. നമുക്കിപ്പോൾ പള്ളിയിലോട്ട് പോവാം അല്ലേ? എനിക്ക് ഇഷ്ടമല്ല ഇവിടെ ഒരു പ്രാവശ്യം വന്നായിരുന്നു കല്യാണത്തിന്റെ പിറ്റേ ദിവസം. ആദ്യം ഞങ്ങൾ വന്നത് ഈ പള്ളിയിലോട്ടാ, എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. സെന്റ് സെബാസ്റ്റ്യൻ റോമൻ കാത്തലിക് ഒക്കെയാണ്. പക്ഷെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആദ്യം തന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത്. അത് അപ്പുറത്താണ് കേട്ടോ പള്ളി, അതിരെ നടന്നു പോകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് പള്ളിയിൽ പോയിട്ട് ഒരു മെഴുകുതിരി കത്തിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലെത്തിയാൽ കേട്ടോ. എങ്ങനെയുണ്ടെടി? നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. നീ കൊടയും എടുത്തോ, നല്ല സൂപ്പർ മഴയാണ്. അപ്പോൾ ഞങ്ങൾ ഇത് പള്ളി, ഇവിടെ ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം. ഇവിടെ നമുക്ക് മെഴുകുതിരി കത്തിക്കാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് മെഴുകുതിരി കത്തിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. ബാ, നീ കത്തിച്ചോ. ഞാൻ കൊട പിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് മെഴുകുതിരി കത്തിക്കാം. ഞങ്ങൾ 2 മെഴുകുതിരി ഇവിടെ നിന്ന് മേടിച്ചു കേട്ടോ. 2 മെഴുകുതിരി വാങ്ങിച്ചു. അല്ല, ഇത് കീഴിൽ ചൂടാണെന്ന് കൊട പിടിച്ചിരിക്കുന്നുണ്ട്. നീ കത്തിച്ചോ. അപ്പോൾ നമ്മളിതാ പള്ളിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇതിലേക്കൂടെ ഇനി വീണ്ടും പോയിട്ട് നമ്മൾ കൊല്ലം ടൗണിലേക്ക് ഒന്ന് കറങ്ങാൻ പോവുകയാണല്ലോ അല്ലേ? ആണോ? പോവാ. മഴ ഇപ്പം ഇച്ചിരി തോറുന്നു കേട്ടോ. രാത്രി കാലങ്ങളിലെ കൊല്ലത്തെ കാഴ്ചയാണ്. ഇന്ന് എന്തായാലും ഇറങ്ങണമെന്ന് വെച്ച് ഇറങ്ങി കേട്ടോ. വണ്ടി അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ടി എടുത്തിട്ട് ബീച്ചിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകാം അല്ലേ? നമ്മളെ വീഡിയോയുടെ ക്യാപ്ഷൻ പോലെ തന്നെ ആയല്ലടി, കുളമായി. മൊത്തം മഴ പെയ്യുന്നു കേട്ടോ.
ഭയങ്കര മഴ. ബീച്ച് കാണാൻ വന്നയാ. ബീച്ച് കാണാൻ വന്നിട്ട് അയ്യോ അതെന്തോ തല ഹെൽമെറ്റൊക്കെ. ബീച്ചിൽ ഒരു മനുഷ്യല്ല കേട്ടാ. നല്ല അടിപൊളി നൈറ്റ് ലൈഫായി പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്തുണ്ട് അവിടെ ആണെങ്കിൽ നനഞ്ഞു കുളിച്ച്. ഓ പെട്ടുപോയതല്ലേ. അപ്പൊ കണ്ടോ ബീച്ചിലൊരു മനുഷ്യനില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരുള്ളൂ. ഞാൻ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് നിൽക്കുക കേട്ടോ. നല്ല മഴ. നമ്മളെ എല്ലാരും പറഞ്ഞ് മഴ സമയത്ത് കല്യാണം കഴിച്ചാൽ അടിപൊളിയാന്ന് പറയും. ഇപ്പൊ നമ്മൾ വെട്ടല്ലേ, പെട്ട്. ഞങ്ങൾ പെട്ടുപോയി ഗായ്സ്. MK ഫാബ്രിക്സിന്റെ പരസ്യമൊക്കെ ആയിട്ടുള്ള ഒരു വണ്ടി ഓടിക്കുന്നു. വേറെ ആരുമില്ല കേട്ടോ. പിങ്ക് പോലീസ് അവിടെയൊക്കെ കറങ്ങുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ പിടിച്ചോണ്ട് പോകും. ഇനിയിപ്പോ എന്ത് ചെയ്യണ? ഇനിയിപ്പോ നമുക്ക് മാളിലോട്ട് എങ്ങാനും പോവാം കേട്ടോ. ഞങ്ങൾ ഇനി മഴ നടക്കണോ? ബോട്ട് മഴ പെയ്തുകൊണ്ട് തിരിച്ചു വരുന്നതല്ല, മീൻ പിടിച്ചിട്ട് വരുന്നതെന്ന് തോന്നുന്നു. ബോട്ടൊന്നും ഇപ്പൊ വിടത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ആ അതെന്തോ ഉണ്ട്. കൊളായല്ലോ, സന്തോഷമായല്ലോ. കേട്ടോ ഇവിടെ ആരുമില്ല, ഒറ്റ മനുഷ്യല്ല. നമ്മളെ വണ്ടിയും കുറച്ച് പേരൊക്കെ ഉള്ളു കേട്ടോ. അത് ബീച്ചിലോട്ടൊന്നും ആരും ഇറങ്ങുന്നില്ല. ഇപ്പം ഇറങ്ങാനും പറ്റത്തില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ വെച്ച് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ വെച്ച് വന്നേ. എവിടെയെങ്കിലും ഞങ്ങളൊരു ദോശക്കടയിൽ പോയി ഒരു ദോശയൊക്കെ കഴിക്കാന്നുള്ള രീതിയിലാണ് നിന്നത്. അപ്പോൾ അത് നടക്കും തോന്നുന്നില്ല കേട്ടോ. നേരെ മാളിലോട്ട് പോകാം. മാളിലാകുമ്പോഴേ പ്രശ്നമില്ല. പക്ഷെ മൊത്തം നനഞ്ഞിരിക്കുന്നതുകൊണ്ടല്ലേ മാളിൽ കയറ്റുന്നത് ഡൗട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വണ്ടി എടുത്തിട്ട് പോവാം കേട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, വണ്ടിക്കകത്ത് കയറിക്കോ. നൈറ്റ് ലൈഫ് കുളമായി. നീ നോക്കിയിറങ്ങണേ. ഇതുവഴിയല്ല, അതിലേ ചാടിക്കോ. ചാടാൻ പറ്റുമോ? അതിലേ കൂടെ കറങ്ങി വാ. വേണ്ട, നീ തെന്നി വീഴും. വാ പോ. ഞങ്ങളിത് അവിടെ നിന്ന് നേരെ നമ്മളെ കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് കാണിക്കേണ്ട ഒരു സ്ഥലമാണ്. നോക്കിയോ, മേപ്പോട്ട് നോക്കിയോ. എൻ്റെ സമയം എത്രയെന്ന് പറഞ്ഞേ? 7:40 അല്ലേ, 7:50 ഇതാണ് നമ്മുടെ കൊല്ലത്തെ മണിമേട എന്ന് പറയും. ടൈം ഹൗസ് കേട്ടോ. കൊല്ലത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. എങ്ങനെയുണ്ട് ഞങ്ങൾ ഐഡൻറ്റിറ്റി? കൊള്ളാവോ? അപ്പോൾ ഈ മൊത്തത്തിൽ മഴ ആയതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല. നമ്മളിനി ചുമ്മാ ഞങ്ങൾ ഇതിലേക്ക് ഒന്ന് നടന്നു പോകാന്ന് വെച്ചോട്ടോ. കടകൾ, ഇവർക്ക് കടകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് എന്നാ നടക്കാം. ഞങ്ങളെ നമ്മൾ നേരത്തെ ടൈം ഹൗസിൻ്റെ അവിടെ ഒന്നുമില്ലേ, ഇവിടെ നടന്നിട്ടൊന്നും നടക്കുന്നില്ല കേട്ടോ. ഭയങ്കര മഴ, ഫുള്ള് ഇതായിരിക്കുന്നു. അങ്ങനെ ഇവളിതുവരെ പാനിപ്പൂരി നീ എവിടെ കഴിച്ചിട്ടുള്ളത്? സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലേ? ഓടല്ലേ ഇങ്ങോട്ടല്ലേ? അപ്പോൾ ഇവിടെ സിനിമയിൽ മാത്രമേ പാനിപ്പൂരി കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെറിയൊരു കണ്ടിട്ടുള്ളൂ അല്ലേ? കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ ചെറിയൊരു ബായുടെ കടയിൽ നിന്ന് പാനിപ്പൂരി ഒരെണ്ണം മേടിച്ചുള്ളൂ. ഉണ്ടാക്കുന്നത് എന്തോ കാണിക്കാം. എന്താ റെഡിയാണ് പാനിപ്പൂരി, എല്ലാം സെറ്റാണ് കേട്ടോ. എത്തി നോക്കിക്കോള്. ഏത് പോയി ഇന്ന് കഴിച്ച് റിവ്യൂവും പറഞ്ഞിട്ടേ നമ്മൾ പോകത്തുള്ളൂ കേട്ടോ. അങ്ങോട്ട് കൊണ്ടോ, മേടിച്ചോ. കൊല്ലത്ത് ഇനിമേ ഞങ്ങൾ മിക്കവാറും ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. കാരണം മഴ നനഞ്ഞ് പനി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നീ കേട്ടോ. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അറിയാമല്ലോ, പറയേണ്ട താമസം. പുളിയുണ്ടോ? സെറ്റാണോ? കൊള്ളാവോ? റിവ്യൂ പറ. റിവ്യൂ എന്താടി? കൊള്ളാവോ? ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നോണ്ട് ഇതിന്റെ ടേസ്റ്റ് എനിക്ക് അറിയത്തില്ല. ഇഷ്ടപ്പെട്ടില്ലേ? ഒരു പുളിയും കുറെ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള നമ്മളെ പാനിപ്പൂരി. പണ്ട് ഇവളെപ്പോഴും പറയാം എനിക്കിങ്ങനെ തട്ടുകടയെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടോ. ഞങ്ങൾ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ ഞങ്ങൾ മൊത്തം നനഞ്ഞ് വിളിച്ചുകൊണ്ട് ഇനി പാർസൽ മേടിച്ചുകൊണ്ട് പോലെ നടക്കത്തുള്ളൂ അല്ലേ? കൊള്ളാം, നല്ല സാധനമാണ്. എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മേടിക്കാത്തത്. ഒരെണ്ണം കഴിച്ചു നോക്കാം. അപ്പോൾ ഞങ്ങളിതാ വണ്ടി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനി തിരിച്ച് പോവാണ് കേട്ടോ. ദോശ എങ്ങാനും വീട്ടിലോട്ട് പാർസൽ മേടിക്കണം. കാരണം ഇനിയിപ്പം ഇവിടെ നിന്ന് കഴിപ്പ് നടക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ പണി കൊള്ളാമല്ലേടി? ഞങ്ങൾ ഇതിനു മുമ്പേ വീഡിയോ എടുക്കാതെ വന്ന സമയത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് എല്ലാം കൂടെ പറഞ്ഞിട്ടൊക്കെ കയറി എല്ലാം കൂടെ ഞാൻ ഇപ്പൊ തറയിൽ കിടന്നേരെ. ഇവിടെ ഇങ്ങനെ ചാടിയ കയറിക്കളയും. പറഞ്ഞോ. അപ്പൊ നമുക്ക് കൊല്ലം സിറ്റിയിലേക്ക് കൂടെ ചുമ്മാ ഒന്ന് റൈഡ് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോവാം. കൊല്ലം കണ്ടവനില്ലം വേണ്ട അല്ലേ? അത് പറയുന്നത് ശരിയാണോ? ഇഷ്ടപ്പെട്ടോ കൊല്ലം? ഒരിക്കലല്ലേ?
അങ്ങനൊന്നും ഇല്ല, എല്ലാ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. ഇവിടെ കടലുണ്ട്, കായലുണ്ട്. കടലും കായലുമാണ് മെയിൻ കൊല്ലത്തിന്റെ അല്ലേ? ഞങ്ങൾക്ക് ഉണ്ടല്ലോ കായലുണ്ട്, പിന്നെ ഞങ്ങൾക്ക് അവിടെ പന്തളം കൊട്ടാരം ഉണ്ടല്ലോ, അത്യാവശ്യം സിറ്റി ഉണ്ട്. പിന്നെന്താ ഉള്ളത് ഇവിടെ? പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ട്രെയിനുണ്ട്, പിന്നെ ഇവിടെ കുറേ കോളേജ് ഉണ്ട്, പിന്നെ ഒരു ഇതാണ് നമ്മുടെ കൊല്ലത്തിന്റെ ഹൃദയഭാഗം. ഇതാണ് ചിന്നക്കട കേട്ടില്ലേ? ചിന്നക്കട റൗണ്ട് കാണും, ചിന്നക്കട റൗണ്ട്. പക്ഷെ എല്ലാം വലിയ കടകളാണ്. എല്ലാം വലിയ കടയാണ്, പക്ഷെ ചിന്നക്കട എന്നാണ് പേര്. മഴയൊക്കെ തോർന്നു, പക്ഷെ കാര്യമില്ല, കടകളൊക്കെ അടച്ചു. അതൊന്നുമില്ല, തൊട്ടായി. ഞങ്ങൾ അവിടെയൊക്കെ RP മാളിലൊക്കെ പോകാന്നൊക്കെ വെച്ചിരുന്നായിരുന്നു, പക്ഷേ മൊത്തം നനഞ്ഞു വിളിച്ചിരിക്കുക. ഇവിടെ ഇതുവരെ പോയിട്ടില്ല, ഒന്ന് കൊണ്ടുപോകണം. അതാണ് RP മാൾ. എനിക്ക് ഞാൻ KSRTC ബസ് സ്റ്റാൻഡോട് കാണിച്ചു തരാം. ഇതൊരു മാതാവിന്റെ പള്ളിയാണ്, അടുത്തെന്ന് പറയാം, കേൾക്കത്തില്ല. ഇത് മാതാവിന്റെ പള്ളിയാണ്, നല്ല ഭംഗിയാണ്. ഈ തിരക്കിന് നടുവിലൊരു ഇതിലേ കൂടെയാണ് നമ്മുടെ KSRTC സ്റ്റാൻഡ്. സ്കൈലൈൻ നമ്പർ 12. മന്ദഗതിയായി, ഇന്നത്തെ ഒരു ഉണർവില്ല, മഴ ആയതുകൊണ്ട്. അത് നിൽക്കണ്ടേ, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. വീട്ടിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും പാർസൽ ഫുഡ് മേടിച്ചിട്ട് വീട്ടിൽ പോയി കഴിക്കാം. ഓക്കെ. നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അല്ലേ? ഇന്നലെ രാത്രി ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ടാണ് വീഡിയോ ചെയ്തത്. പക്ഷേ എന്ത് ചെയ്യാം, ഈയിടെ പോലെ എന്നിട്ട് മഴയൊക്കെ ആയി. ഇന്നും മഴയാണ് കേട്ടോ. ഇന്നും രാവിലെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ വന്ന് അന്ന് തൊട്ട് തിരികല്ലേ, വന്ന് അന്ന് തൊട്ട് മഴയാണ്. മഴയ്ക്ക് ഒരു മാറ്റമില്ല. ഇനിയിപ്പോൾ ഞങ്ങളുടെ പരിപാടിയെല്ലാം തീർന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതൊക്കെ ആയിരുന്നു. എന്തായാലും പറയാൻ എന്തോ സംഭവം കല്യാണത്തിന് തന്ന നമ്മൾ കുറച്ച് ഗിഫ്റ്റുകളുണ്ട്. അത് നമ്മൾ ആദരക്കുട്ടി ഇപ്പോൾ എടുത്തോണ്ട് വരും കേട്ടോ. പെട്ടെന്ന് എടുത്തോണ്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കാണിച്ചു തന്നിട്ട് ഇന്നത്തെ വീഡിയോ കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ട് അതും കൂടെ കാണിക്കാൻ തരും കേട്ടോ. അപ്പോൾ നമ്മളെ ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് നമ്മുടെ ആദരക്കുട്ടി എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു. നീ ഇവിടെ വെച്ച് കാണിച്ചു കൊടുക്കും ഓരോരോ കാര്യങ്ങളായിട്ട്. ഈ പുല്ലിലിരിക്കുന്ന ഈ പുല്ലിലിരിക്കും. ഗണപതിയുടെ ക്ലോക്ക് ബാറ്ററി ഇടണം അതിന് ഓടണമെങ്കിൽ അല്ലേ? അടിപൊളി. ഇത് ആരാ തന്ന? ചിലതിലൊന്നും പേരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഇത് വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും അവര് തന്ന ആളാന്നല്ലേ. നെക്സ്റ്റ് പിന്നെ ഒരു ഗണപതിയുടെ ഫോട്ടോ. ഗണപതിയുടെ ഒരു ഫോട്ടോ മാറ്റി വെച്ചാലോ അത് ശരിക്കും നല്ല ഭംഗിയുണ്ട്. കൊച്ചു ഗണപതിയാണ്. അധികം ഇതുപോലത്തെ ഫോട്ടോസ് ആണ്. പിന്നെ ഉറക്കെ പറ, കേൾക്കത്തില്ല. മഴ പെയ്യുന്നുണ്ട് നല്ല. ചെറുക്കനും പെണ്ണും കൂടെ ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഇങ്ങനത്തെ ഇഷ്ടം. ചെറുക്കനും പെണ്ണും. പിന്നെ കുറച്ച് മുന്തിരിയും ഓറഞ്ചും ഒക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഫോട്ടോ. മുന്തിരി ഓറഞ്ചും ആരാ പലതിലും പേരൊന്നും ഇല്ലായിരുന്നല്ലേ. അത് ആതിരയുടെ കൂട്ടുകാരികൾ തന്നെ. ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന ഒരു ഫോട്ടോ. ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. മനീഷ് ആൻഡ് ആതിര എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഹാപ്പി മാരീഡ് ലൈഫ്. പിന്നെ കഥകളിയുടെ ഫോട്ടോ. കുറച്ചേ ഉള്ളു അല്ലേ? മയില്. മൊത്തം കഥകളിയാണല്ലോ. നീ കഥകളിയെല്ലാം ഉണ്ടായിരുന്നോ? ഇത് കണ്ടോ, പെൻസിൽ ഡ്രോയിങ് ആണ് കേട്ടോ. ഞങ്ങളുടെ രണ്ടുപേരുടെയും പടം ഞങ്ങൾ സൂം ചെയ്ത് കാണിക്കാത്തത് എന്ത് കാണിച്ചത്? ഞങ്ങൾ എല്ലാവരും വരച്ചത് അറിയത്തില്ലല്ലേ. സെൽഫി എടുത്ത് അയച്ച ഫോട്ടോ കേട്ടോ, അത് വരച്ചിരുന്നു. ഇത് ലാസ്റ്റ് ഇത് എൻ്റെ ഗിഫ്റ്റാണ്. എൻ്റെ കൂട്ടുകാർ വലിയ ഫോട്ടോ. ഇത് നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടി ഒരു ജീവനുള്ളത് പോലെ തോന്നുന്നല്ലേ. ഭയങ്കര ഒരു ഒറിജിനാലിറ്റി ഉണ്ട് ഈ ഫോട്ടോയ്ക്ക്. അതുകൊണ്ട് ഇത് ഞങ്ങൾ ഭയങ്കര എവിടെ നിന്ന് നോക്കിയാലും ഈ ഫോട്ടോയിൽ നമ്മൾ നോക്കുന്നതായിട്ട് തോന്നും അല്ലേ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ ചെറിയ കല്യാണ ഗിഫ്റ്റ്. പിന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് എല്ലാം യൂസായി. ഡ്രസ്സും ഉണ്ടായിരുന്നു. പിന്നെന്താ
അതെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതാണ്ടോ നല്ല സൂപ്പർ മഴ പെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അമ്മ ജോലിക്ക് വരികയാണ്. അപ്പോൾ ഇതെല്ലാം നീ എടുത്തു വെച്ചോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഉള്ളായിരുന്നു നമ്മളെ എന്നാലും നൈറ്റ് ലൈഫ് പോയി കൊള്ളായി. ഇനി നമ്മൾ അടുത്ത് വേറെ കാര്യം കണ്ടില്ല. ഇപ്പം തന്നെ ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. TVക്കകത്ത് ഫുള്ള് റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെയാണ്. മൊത്തത്തിൽ മഴ. കാസർഗോഡ് പോകാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര മഴ. കാസർഗോഡും കണ്ണൂരും എല്ലായിടത്തും മഴയാണ്. കൊല്ലവും പത്തനംതിട്ടയും എല്ലാം മഴ പെയ്ത് ഭയങ്കര പ്രശ്നമുണ്ട്. എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങൾ തന്നെ പറയില്ല വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ വാഗമൺ പോകാൻ പ്ലാൻ ചെയ്തു. ഇപ്പം എവിടെയും ടൂറിസ്റ്റ് മേഖലയിൽ എവിടെയും പോകാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ പോകേണ്ടി വരും. അവൾക്കാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തമിഴ്നാട്ടിൽ പോവാന്ന് പറഞ്ഞാൽ. പക്ഷേ എന്താ പക്ഷെ ഒന്നുമില്ല. കന്യാകുമാരി തമിഴ്നാടൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തതാണ്. നമുക്കിപ്പോൾ കന്യാകുമാരി പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് നിലവിളിച്ചോണ്ടിരിക്കുക അല്ലേ? ഇവരെല്ലാ വർഷം പോകുന്നത്. എന്നാലും പോകണം എന്ന് പറഞ്ഞോണ്ടിരിക്കുക. നോക്കാം. മഴയുടെ കാര്യം ആയതുകൊണ്ട് നമുക്ക് ബൈക്കിലൊന്നും പോകാൻ പറ്റത്തില്ല. എന്തായാലും ഞങ്ങൾ ഉടനെ അടുത്ത വീഡിയോ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഗുഡ് നൈറ്റ്. സബ്സ്ക്രൈബിനൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാരും. വീഡിയോ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഗുഡ് നൈറ്റ്.